ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇതെന്താ ഗുണ കേവ് എന്ന് ആലോചിക്കുന്നുണ്ടാവില്ലേ? നമ്മുടെ പാലക്കാട് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ ഗുണ കേവ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ മഞ്ഞുമൽ ബോയ്സ് സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? ഒരുപാട് ഓടിയൊരു സിനിമയാണ് അത്. കണ്ടു കഴിഞ്ഞാൽ അറിയാം എന്താണ് ഗുണ കേവ് എന്നും എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്നും അല്ലേ. നമ്മൾ ഒരാൾക്ക് 120 രൂപയാണ് കേട്ടോ ടിക്കറ്റ്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ നടന്നിങ്ങനെ പോവുക കേട്ടോ. നല്ല കാറ്റുള്ളൊരു ദിവസമായിരുന്നു ഇന്നലെ. പാലക്കാടൻ കാറ്റിനെ പറ്റി പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. നല്ല കാറ്റാണ് ഇപ്പോൾ, നല്ല കാറ്റുള്ള സമയമാണല്ലോ. ഈ സ്റ്റെപ്പിൽ കൂടെ നമ്മളിങ്ങനെ കയറിപ്പോകണം, ശ്രദ്ധിച്ച് കയറണം, നോക്കി കയറണം. കാരണം ഇങ്ങനെ മുഴച്ചും താണൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ നമ്മൾ നല്ല പോലെ ശ്രദ്ധിച്ച് തന്നെ നടക്കണം കേട്ടോ. ഇപ്പോഴൊന്നും കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞാലാണ് നമുക്കൊരു ഇരുട്ട് വരിക. അപ്പോൾ നമുക്ക് വീഡിയോയും നമുക്ക് നോക്കി നടക്കാനൊക്കെ കൂടിയൊക്കെ ഇത്തിരി പ്രയാസം ഉണ്ടാവും കേട്ടോ. ഇതാണ് എന്താ പറയുക, കാർ പാർക്കിംഗ്. ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ പോയ ഇന്നലെ. നമുക്ക് കാർ പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം കിട്ടിയില്ല. കുറച്ച് നേരത്തെ പോയാൽ കിട്ടുമായിരുന്നു. പക്ഷേ നല്ലോണം ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതങ്ങനെ നമ്മളുടെ പാലക്കാടൻ കാറ്റൊക്കെ തഴുകി നമ്മളിങ്ങനെ നടന്ന് ഇനിയാണ് ആ ഗുഹയിലേക്ക് ഇങ്ങനെ കയറുന്നത് കേട്ടോ. ഇനിയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഇരുട്ടാണേ. അത് നമ്മൾ നല്ല പോലെ നോക്കി താഴത്തേക്ക് കാല് എടുത്ത് വെക്കുക തന്നെ വേണേ, അല്ലെങ്കിൽ നമ്മളും വീഴും. ഇതെങ്ങനെ നമ്മൾ പോവുകയാണ്. മതി പേടിപ്പിക്കുന്ന സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കും കേട്ടോ. ഈ ഗുഹയിൽ കൂടെയാണ് അയാൾ വീഴണത്. പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല. ആ ഫ്രണ്ടാണല്ലോ രക്ഷിക്കാൻ വരുന്നത് ആ സിനിമയിൽ. രക്ഷിക്കാനായിട്ട് വരുവാണ് കേട്ടോ. ശരിക്കും നമുക്ക് ആ സിനിമ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് ഒരു ഒഴിഞ്ഞ സ്ഥലമാണല്ലോ. അവിടുത്തെ വലിയ വലിയ മരങ്ങളും കിളികളുടെ സൗണ്ടുകളും ഇങ്ങനെ വെള്ളവും ചെടികളും ഒക്കെയാണ് പിന്നെ നമ്മൾക്ക് കാണുന്നത്. ഹിസ്റ്ററി ഓഫ് ഗുണ കേവ്, ഡെവിൾസ് കിച്ചൺ എന്നാണല്ലോ അറിയപ്പെടുന്നത്. ഇനി നമ്മൾ കിടക്കുന്നത് വേറൊരു ലോകത്തേക്കാണ് പോണത് കേട്ടോ. സ്നോ വേൾഡ്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ലപോലെ ലൈറ്റും നല്ല നല്ല കാര്യങ്ങളും ഒരുപാട് പൂക്കളും ഒക്കെയുള്ള സ്നോ വേൾഡിലേക്ക് നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ സ്നോ വേൾഡിലേക്ക് എത്തി കേട്ടോ. ഇത് നോക്കൂ, എന്തൊരു രസമാണ് ഇതൊക്കെ കാണാൻ. അറിയോ, കുട്ടികൾക്കൊക്കെ എന്തൊരു കൗതുകമാണ് അറിയോ. കുട്ടികളൊക്കെ ഇങ്ങനെ നല്ലോണം നോക്കി ആസ്വദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് നേരം കുട്ടികളെയാണ് ഞാൻ നോക്കിയത്. അവിടെ ഇഷ്ടംമാതിരി പിള്ളേരുണ്ടായിരുന്നു. നല്ല ഭംഗിയില്ലേ ഇതൊക്കെ കാണാൻ. പിന്നെ ഇഷ്ടംമാതിരി അവിടെ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലി ആയിട്ട് ഫോട്ടോ എടുക്കാം, അതുപോലെ കുട്ടികളെ കൊണ്ട് ഫോട്ടോ എടുക്കാം ഒക്കെ ചെയ്യാം നമുക്ക്. ആ സീറ്റ് അങ്ങോട്ട് വിചാരിച്ച പോലെ കിട്ടില്ല എന്ന് മാത്രം. അവിടെ ഇങ്ങനെ ക്യൂ നിന്ന് ഒരാൾ പോയി ഒരാൾ കഴിഞ്ഞിട്ടൊക്കെ വേണമല്ലോ നമുക്ക് എടുക്കാൻ. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാ ഭാഗവും ഒക്കെ അങ്ങോട്ട് നോക്കുകയാണേ. എല്ലാ പ്രാവശ്യവും വരുന്ന എക്സിബിഷനിൽ നിന്നും ഒരു വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു കേട്ടോ ഇത്. നല്ല നല്ല പൂക്കളും ഇത് അടിപൊളിയായിട്ടില്ലേ. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇത്
ഇത് താഴത്തുനിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന വ്യൂ അല്ലേ. അവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലേ, അവിടെയൊക്കെ നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു സംഭവമല്ലേ അതൊക്കെ. ഇതൊക്കെ ലൈറ്റാണ്, അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളകുന്നുണ്ട്, പൂമ്പാറ്റ ഇളകണ പോലെ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കടന്നാൽ നമ്മളെപ്പോഴും എല്ലാത്തിലും കാണുന്ന പോലെ 20 രൂപയുടെ മിഠായി അതെന്നൊക്കെ പറഞ്ഞ് കാണില്ലേ. പിന്നെ ഗോസ്റ്റ് ഹൗസ്, അതിൽ അവർ അനൗൺസ് ചെയ്യുന്നുണ്ട് ഗർഭിണികളും പേടിക്കുന്നവരൊന്നും വരരുത് എന്നുള്ളത്. അവിടെ നല്ല ക്യൂ ആയിരുന്നു, ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ. പിന്നെ ഫാമിലി ഗെയിം, കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ ജയൻറ്റ് വീൽ എപ്പോഴും എല്ലാ സ്ഥലത്തും കാണുന്ന പോലെ. പിന്നെ പോപ്കോൺ, ഐസ്ക്രീം, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അടുത്ത വീട്ടിലേക്ക് കാണാൻ ബൈ.